നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നും നല്ലൊരു കുട്ടി സ്റ്റോറിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ കഥയുടെ പേര് കാഴ്ചപ്പാടിലെ മാറ്റം. ഒരിക്കൽ ഒരു കർഷകൻ തൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ കല്ലിൽ തട്ടി അദ്ദേഹം താഴെ വീണു. ദേഷ്യം വന്ന അദ്ദേഹം ആ കല്ലിനെ ശപിച്ചു. എന്തിനാണ് ഈ പാഴ്ക്കല്ല് ഇവിടെ കിടക്കുന്നത് എന്ന് അദ്ദേഹം ആത്മഗതം ചെയ്തു. അങ്ങനെ കർഷകൻ അന്നത്തെ കൃഷിയും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം ആ വഴി വന്ന ഒരു ശില്പി ഇതേ കല്ല് കണ്ടു. അദ്ദേഹം ആ കല്ലിനെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം ആ കല്ലിനെ തൻ്റെ പരിഗണനയിലേക്ക്, അതായത് ഇതെനിക്ക് വേണമെന്നുള്ള ചിന്തയോടുകൂടി അദ്ദേഹത്തിൻ്റെ പണിശാലയിലേക്ക് കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കർഷകൻ ഗ്രാമത്തിലെ പുതിയ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം അതിരാവിലെ കുളിച്ചൊരുങ്ങി ഗ്രാമത്തിലെ പുതിയ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹം അവിടെ കണ്ട കാഴ്ച, താൻ ശപിച്ച അതേ കല്ല്. ആ കല്ലിനെയാണ് മനോഹരമായ രീതിയിൽ ആ ശില്പി ഒരു വിഗ്രഹം തീർത്തിരിക്കുന്നു. ഇപ്പോൾ അത് മനോഹരമായ ഒരു വിഗ്രഹമായി മാറിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ കഥ. ഈ കഥയിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രയാസങ്ങളും കർഷകനെപ്പോലെ ശപിക്കുവാനുള്ളതല്ല, മറിച്ച് ശില്പിയെപ്പോലെ മനോഹരമായി ഒന്നാക്കി മാറ്റാനുള്ള അവസരങ്ങളാണ്. അത് നമ്മൾ ആരും മറന്നു പോകാതിരിക്കുക. നിങ്ങളെ തളർത്തുന്ന ഓരോ പ്രതിസന്ധികളെയും നിങ്ങൾ കൂടുതൽ കരുത്തനാക്കാനുള്ള ഒരു കല്ല് മാത്രമാണ് നിശ്ചയദാർഢ്യം. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏതൊരു കല്ലിനെയും നിങ്ങൾക്ക് വിഗ്രഹമായി മാറ്റുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതമായ കല്ലിനെ ശില്പിയെപ്പോലെ മനോഹരമായി അദ്ദേഹം ആ കല്ലിനെ ഒരു വിഗ്രഹമായി മാറ്റി തീർത്തെങ്കിൽ നമുക്കെന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒരു പാഴ്ക്കല്ലിൽ നിന്ന് ഒരു മനോഹരമായ വിഗ്രഹമായി മാറിത്തീർന്നെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ ഉറച്ച കല്ലായിരുന്നാലും അതിനെ മനോഹരമായ ജീവിതമാക്കി മാറ്റിത്തീർക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഏതെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ മെഴുകുതിരിയെപ്പോലെ അലിഞ്ഞു തീർക്കുവാനുള്ളതല്ല, മറിച്ച് ഉറച്ച വിശ്വാസത്തോടുകൂടി ആ പ്രതിസന്ധിയെ ഞാൻ തരണം ചെയ്തു വരും എന്നുള്ള ബോധ്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടുകൂടിയും ആ പ്രശ്നത്തെ നമ്മൾ നേരിടുകയാണെങ്കിൽ ഉറപ്പായും വിജയം നമുക്ക് എളുപ്പമായി തീരും. വിറകുകൊള്ളിയായി എരിഞ്ഞു തീരുവാനുള്ളതല്ല നമ്മുടെ ജീവിതം, മറിച്ച് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും നമുക്ക് ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യബോധത്തിനായി പരിശ്രമിക്കുകയും കഠിനാധ്വാനിയും ചെയ്യുക. അല്ലാതെ ആരുടെയെങ്കിലും ജീവിതത്തിൻ്റെ പിന്നാലെ പോയി നമുക്ക് കിട്ടിയ മനോഹരമായ ഈ ജീവിതത്തെ ഇല്ലാതാക്കി തീർക്കരുത്. കുറച്ചു കാലം നമ്മൾ ഭൂമിയിൽ യാത്രക്കാരെ പോലെ ജീവിക്കും. വഴിയാത്രക്കാരായി വന്ന ഈ ഭൂമിയിലേക്ക് നമ്മൾ ജീവിക്കാനായി നമ്മൾ വന്നിട്ടുണ്ട്. ആ ജീവിതത്തെ, ആ വഴിയാത്രയിൽ കുറച്ച് നിമിഷങ്ങൾ സന്തോഷകരമായി തീർക്കാനുള്ളതിന് പകരം മറിച്ചിരുന്ന് വേദനാജനകമായ രീതിയിൽ കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം. അതാരും മറന്നു പോകാതിരിക്കുക. നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഏതുമായിക്കോട്ടെ, ആ ലക്ഷ്യത്തിനായി നമ്മൾ പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ ഉറപ്പായും നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അല്ലാതെ നിസ്സാരമായി വന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും ഓർത്ത് നമ്മൾ ഒരിക്കലും വേവലാതിപ്പെടേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾക്ക് വന്നു ചേരുന്ന പ്രശ്നങ്ങൾ താൽക്കാലികമാണ്. നിരന്തരമായി ആർക്കും ഈ ഭൂമിയിൽ ഒരു പ്രശ്നം വരികയില്ല. ആ ബോധ്യമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. പ്രശ്നങ്ങളെല്ലാം നിസ്സാരമായി തരണം ചെയ്യുവാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കർഷകൻ അതിനെ ശപിക്കുകയും ശില്പി അതിനെ സ്വീകരിക്കുകയുമാണ് ചെയ്തത്.
ഒരേ വസ്തുവിനെ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്തപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. പ്രശ്നങ്ങളെ വിവേകത്തോട് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ സമീപിക്കുന്ന രീതിയാണ് ആദ്യം നമുക്ക് വേണ്ടത്. ആ സമീപിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിന് വിജയമുണ്ടാകും. അത്രയേ ഉള്ളൂ ഈ കഥയുടെ ഗുണപാഠം. അപ്പോൾ ഇനിയും മുമ്പോട്ട് എന്ന വാക്യത്തോടുകൂടി ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഞാൻ വിട പറയുകയാണ്. അടുത്ത് വീണ്ടും ഇതുപോലെ നല്ല കുട്ടി സ്റ്റോറിയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, ഷെയർ ചെയ്യാനും.